ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഏഗൽ ലേണിംഗ്. ഫസിൽ സാറാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നു, മാപ്പ് മാർക്കിംഗ്. പല ആൾക്കാരും ചോദിക്കുന്നത് സാർ മാപ്പ് മാർക്കിംഗ് ഉണ്ടാവോ ഇല്ലെന്ന്. ഞാൻ അവസാനം പറയാം, വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, ഷെയർ ചെയ്തോ, മാക്സിമം ആളുകളിലേക്ക് എത്തിച്ചോ. അതിനൊരു മടിയും കൂടണ്ട. നിങ്ങൾക്ക് വേണ്ട എല്ലാം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട നാളത്തെ എക്സാമിന് എല്ലാ കാര്യങ്ങളും ഇന്ന് രാത്രി 7 മണിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 7 PM ഞാനും ഫസിൽ സാറും ഉണ്ട്. നേരെ പോരേണ്ടി. ഓക്കെ, തുടങ്ങാൻ പോവാണ്. മാപ്പ് മാർക്കിങ്ങിൽ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത്, ലിസൺ, ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻസിൽ ഏതെങ്കിലും ചോദിക്കാം, ഈസ്റ്റേൺ ഘട്ട് ഏതെങ്കിലും ചോദിക്കാം, മാൾവ പ്ലേറ്റ്, മഹാനദി, ഇങ്ങനെ ഏതെങ്കിലും 4 കാര്യങ്ങൾ 4 മാർക്കിന് ചോദ്യമേ വരത്തുള്ളൂ. ഒരു മൗണ്ടെയിൻ, ഒരു പർവ്വതം ചോദിക്കാം. അപ്പോൾ ഇവിടെ ഈസ്റ്റേൺ ഘട്ട് ചോദിക്കും. അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈനായിട്ട് ഇട്ട് കൊടുക്കണം. അതായത് ഇവിടെ ബേ ഓഫ് ബംഗാൾ ഉണ്ട്, അറിയാലോ, ബംഗാൾ ഉൾക്കടലുണ്ട്. ഈ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നതിന് ഇതിന് പാരലായിട്ട് ബംഗാൾ ഉൾക്കടലിന് പാരലായിട്ടാണ് ആരുള്ളത്, ഈസ്റ്റേൺ ഘട്ടിൽ ഒരു മൗണ്ടെയിൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി ഗുജറാത്തിൻ്റെ കോസ്റ്റാ ചോദിച്ചു, ഗുജറാത്ത് തീരം. ഈ ഗുജറാത്ത് തീരം നമുക്ക് മാർക്കിന് ഗുജറാത്തിന്റെ തീരത്ത് നമ്മളൊരു ഷെയ്ഡ് കൊടുത്താൽ മതി, ഇതുപോലെ തീരം. ഇനി ബാക്കിയുള്ള കോസ്റ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കൊങ്കൺ കോസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് കൊങ്കൺ കോസ്റ്റ്. അതിന് താഴെയായിട്ട് നമുക്ക് അടുത്തൊരു കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് നമ്മൾ പറയുന്ന പേര് നമ്മുടെ മലബാർ കോസ്റ്റ്. കേരള കോസ്റ്റിന് പറയുന്ന പേര് മലബാർ കോസ്റ്റ് എന്നാണ്, മലബാർ തീരം. ഓക്കെ, അതുപോലെ ഇതാ ഇവിടെ ഈ മലബാർ മുതൽ ഇങ്ങോട്ട് ചെന്നൈയുടെ ഈ ഒരു തമിഴ്നാട് വരെ, തമിഴ്നാടിന്റെ മുകൾ ഭാഗം വരെ നമ്മൾ അതിന് പറയുന്നത് കോറാമണ്ടൽ കോസ്റ്റ് എന്നാണ്, കോറാമണ്ടൽ. അതുപോലെ ഇതിന്റെ മുകൾ ഭാഗം നമ്മൾ എടുത്താൽ, ഈ കോറാമണ്ടലിന്റെ മുകൾ ഭാഗം എടുത്തിട്ട് ഈ ബംഗാൾ വരെയുള്ള ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര് നോർത്ത് സിർക്കാർ എന്നാണ്. ഇതൊക്കെ ജസ്റ്റ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയല്ലേ. ഇവിടെ ഇപ്പം നമ്മൾ ഒരു മൗണ്ടെയിനാണ് പറഞ്ഞത്, നമ്മൾ ഈസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നു. അതിന് തൊട്ടേപ്പുറത്ത് ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ട്, അതിന് നമ്മൾ പറയുന്നത് വെസ്റ്റേൺ ഘട്ട് എന്നാണ്, WG, വെസ്റ്റേൺ ഘട്ട് എന്ന് പറയുന്നു. ഇന്ത്യയുടെ മധ്യഭാഗത്തായിട്ട് ഒരൊറ്റ വര ഇട്ടാൽ മതി. ഇന്ത്യയുടെ മധ്യഭാഗത്ത് ഒരു വര, അതിന് നമുക്ക് VS എന്ന് എഴുതാം. ഈ VS ആണ്. V എന്ന് പറഞ്ഞാൽ വിന്ധ്യ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അതുപോലെ S എന്ന് പറഞ്ഞാൽ സത്പുര. വിന്ധ്യക്കും സത്പുരക്കും കൂടെ ഒരൊറ്റ ലൈൻ മതി, സെൻട്രൽ അങ്ങോട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇനി അടുത്തതുണ്ട് ഇവിടെ പാകിസ്ഥാനില്ലേ, ഈ പാകിസ്ഥാന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു വര ഇട്ട് കൊടുത്തിട്ട് ആ വരയാണ് നമ്മുടെ AV എന്ന് പറയുന്നത്. AV എന്ന് വെച്ചാൽ ആരവല്ലി എന്നാണ്. അപ്പോൾ നമ്മൾ മൗണ്ടെയിൻ മാർക്ക് ചെയ്യേണ്ടത് ഒരു വര ഇട്ടിട്ടാണ്. കോസ്റ്റൽ പ്ലെയിൻ മാർക്ക് ചെയ്യേണ്ടത് കോസ്റ്റ് ഏരിയ, ഈ കോസ്റ്റൽ ഏരിയ തീരത്തോട് ചേർന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു വര ഇട്ട് കൊടുക്കണം. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ജസ്റ്റ് എന്താ ഒന്ന് ശ്രദ്ധിച്ചു വെക്കാം. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇനി ഇവിടെ ഒരാൾ നമ്മൾ വിട്ടുപോയത് ഏതാണെന്നറിയാം, പ്ലാറ്റ്യൂ ആണ്, അതുപോലെ റിവേഴ്സ്. ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. ഇപ്പോൾ നമ്മളോട് പ്ലാറ്റ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിലൊരു പരിപാടി ഉണ്ട്. നമ്മുടെ വിന്ധ്യ സത്പുര ഞാൻ പറഞ്ഞിരുന്നു. വിന്ധ്യ സത്പുര ഇന്ത്യയുടെ മധ്യഭാഗത്ത് ഇവിടെയാണ് VS നമ്മൾ കണ്ടത്. ഈ VSന്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഷെയ്ഡ് കൊടുക്കാം. VSന്റെ മുകൾ ഭാഗത്തായിട്ട് ഈ വിന്ധ്യ സത്പുരയുടെ മുകൾ ഭാഗത്തായിട്ട് ഷെയ്ഡ് കൊടുത്തിട്ട് നമുക്കവിടെ MP എന്ന് ഇടാം. മധ്യപ്രദേശ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് അവിടെ ഉണ്ടായ MP. ആ MP എന്ന് പറയുന്നത് മാൾവ പ്ലാറ്റ്യൂ ആണ്. അതാണ് നമ്മളോട് ചോദിച്ചത്. ഇവിടെ മാൾവ പ്ലാറ്റ്യൂ ചോദിച്ചു, അത് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇതാണ് മാൾവ പ്ലേറ്റ്. ഇനി നമ്മൾ നോക്കേണ്ടത്, ശ്രദ്ധിക്കാം, ഈ VSന്റെ താഴെ ഡൗൺ എന്ന് വെച്ചാൽ താഴെ നടത്തുന്നുണ്ട്, ഡൗൺ എന്ന് വെച്ചാൽ താഴെ. അപ്പോൾ VSന്റെ താഴെയായിട്ട് നമ്മൾ ട്രയാങ്കുലർ ഷേപ്പിൽ ഷെയ്ഡ് കൊടുത്തിട്ട് അതിന് നമ്മൾ എന്ത് കൊടുക്കാം, ഡെക്കാൻ പ്ലാറ്റ് എന്ന് കൊടുക്കാം, ഡെക്കാൻ പ്ലാറ്റ്. അപ്പോൾ ഡൗൺ എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ, ഡെക്കാൻ പീഠഭൂമിക്ക് ഡൗൺ പറയാനുള്ള കാരണം D ഡൗൺ ഡെക്കാൻ എന്ന് വേണമെങ്കിൽ പറയാം. ആ D വെച്ച് തുടങ്ങുന്നത്, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, D വെച്ച് ഡെക്കാൻ ഡൗൺ എന്ന് പറയാം. ഡെക്കാൻ. അതായത് ഈ VS എന്ന് പറഞ്ഞ മൗണ്ടെയിൻ്റെ താഴെയാണ് ഡെക്കാൻ പ്ലേറ്റ്. ഇനി ഇവിടെ ചായും വെച്ച് തുടങ്ങുന്ന കുറച്ച് സ്റ്റേറ്റുകളുണ്ട്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്. ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ജാ വെച്ച് തുടങ്ങുന്ന ഒരു പ്ലാറ്റ്യൂ ഉണ്ട്. ആ പ്ലാറ്റ്യൂ ആണ് ഛോട്ടാ നാഗ്പൂർ. ഓക്കെ, അതുപോലെ ഈ ഗുജറാത്തിൻ്റെ ഉൾഭാഗത്ത് 2 മാർക്ക് ചെയ്തിട്ട് നമുക്ക് കച്ച്, കത്തിയവാർ, അതൊക്കെയാ കച്ചും മാർക്ക് ചെയ്യാം, കത്തിയവാറും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ 2 മാർക്ക് ചെയ്യാം. ലിസൺ, അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, അത് റിവേഴ്സ് ആണ്. ആ റിവേഴ്സിന് ഓർഡർ പഠിച്ചോ, MGKK. M എന്ന് പറയുന്നത് മഹാനദിയാണ്, അതുപോലെ G എന്ന് പറയുന്നത് ഗോദാവരിയാണ്. മലയാളത്തിൽ ഇംഗ്ലീഷ് ഒരേ പേരാട്ടോ. K എന്ന് പറയുന്നത് കൃഷ്ണയാണ്, അടുത്ത K കാവേരിയാണ്. ഓക്കെ, നോക്കൂ, ഇവിടെ നമുക്ക് ഈ ഒരു ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈസ്റ്റേൺ കോസ്റ്റ്, ഇവിടെ ആദ്യത്തെ ഒരു ഉണ്ട നോക്കാം, പുറത്തേക്ക് തള്ളിക്കുന്ന ഭാഗം. ഞാൻ ഉണ്ട എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളിക്കുന്ന ഭാഗമാണ് ആദ്യത്തേത്. അതുപോലെ 2 ഇവിടെ അടുപ്പിച്ച് കാണാൻ പറ്റും. ഇവിടെ ഒന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ഇവിടെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ആദ്യത്തതിലേക്ക് ഒരു വര വരിക, രണ്ടാമത്തതിലേക്ക് 2 വര വരിക, ഇവിടേക്ക് ഒരു വര വരിക. എന്നിട്ട് അതിന് MGKK എന്നുള്ള ഓർഡറിൽ എഴുതാം, MGKK. അപ്പോൾ M എന്താ മഹാനദി, G എന്താ ഗോദാവരി, K എന്താ കൃഷ്ണ, അതിൻ്റെ അടിയത് K കാവേരി. അപ്പോൾ ഇതാണ് ഏറ്റവും അടിയത് കാവേരി. ഉത്തരായി. ഇത് എഴുതിയാൽ മതി, ഒരു പണിയില്ല. ഇനി അടുത്തൊരു NT ഉണ്ട്. NT എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഒരൊറ്റ വര വരിക, അതാണ് NT എന്ന് വെച്ചാൽ N ഫോർ നർമ്മദ. നർമ്മദക്കും താപ്തിക്കും കൂടെ ഒരൊറ്റ ലൈൻ മതി. ഓക്കെ, ഒരാൾക്ക് 2 ലൈൻ, ലിസൺ, 2 ആൾക്കും കൂടെ 1 ലൈൻ എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യമാണ്.
നിങ്ങൾ ഉദ്ദേശിച്ചല്ലോ ഞാൻ ഉദ്ദേശിച്ചു. ഓക്കെ, അപ്പോൾ ലിസൺ. പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ ഏതെങ്കിലും ഒന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു വരെ ഇട്ട് കഴിഞ്ഞാൽ നർമ്മദക്കും താപ്തിക്കും ഒരൊറ്റ ലൈൻ മതി എന്നാണ് അർത്ഥം. ഇനി ഹിമാലയൻ നദികളും ഹിമാലയൻ മൗണ്ടെയിൻസ് സാധാരണ ചോദിക്കാറുണ്ടോ വെച്ചാൽ ഉണ്ട്. മൗണ്ടെയിൻസ് ചോദിക്കാറ്, റിവേഴ്സ് ചോദിക്കാറില്ല. ഇവിടെ ലൈൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാരക്കോറം ലഡാക്ക് സസ്കറാണ്. കാരക്കോറം ലഡാക്ക് സസ്കർ. അതുപോലെ ഇവിടെ ഒരൊറ്റ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നമുക്കതിൽ ഏത് കൊടുക്കാം, ഹിമാചൽ, ഹിമാദ്രി, ശിവാലിക്കിനും കൂടെ മൂന്നും കൂടെ ഒറ്റ ലൈൻ ഇവിടെ മതി. ഓക്കെ, അതുപോലെ ഇതാ ഇവിടെ നിങ്ങളൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഗാസി ഗാരോ ജയന്തി ഇതാ ഇവിടെയുണ്ട്. ഗാസി ഗാരോ ജയന്തിയ ഇവിടെ പട്കായ് ഭൂമുണ്ട്, ഇവിടെ നാഗാ ഹിൽസ് ഉണ്ട്, മിസോ ഹിൽസ് ഉണ്ട്. അത് ജസ്റ്റ് നോക്കാം. അതിനൊരു കോഡ് ഉണ്ട്. ആ കോഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കാം, ഇവിടെ ലൈൻ ഇട്ട് കൊടുക്കാം. ഈസ്റ്റേൺ ഹൈലൻഡ് മാർക്ക് ചെയ്യാനുള്ള മാർഗ്ഗം കണ്ടോ പറയുന്നത്. ലൈൻ ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ 3 പീസാക്കി മുറിക്കാം. എത്ര പീസാക്കി? 3 പീസായിട്ട് മുറിക്കാം. എന്നിട്ട് നമുക്ക് PNM ഇടാം. PNM പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ആലോചിച്ചാൽ മതി, എളുപ്പം. പി എന്ന് വെച്ചാൽ പട്കായ് ഭൂമ്, എൻ എന്താ നാഗാ ഹിൽസ്, എം എന്താ മിസോ ഹിൽസ്. ആ ഓർഡറില്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓക്കെ, PNM എന്നാലോചിച്ചാൽ മതി. പട്കായ്, നാഗ, മിസോ. അതുപോലെ ഇവിടെ ഏതാണ് നമ്മുടെ പറഞ്ഞ ഗാസി ഗാരോ ജയന്തി. ഇതാണ് പ്രധാനപ്പെട്ട മൗണ്ടെയിൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ള പ്ലാറ്റ്യൂ പീഠഭൂമി എല്ലാം കൂടെ ആയിട്ട് ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ എനിവേ ഇത്രയേ ഉള്ളൂ മാപ്പ് മാർക്കിങ്ങിന് സാധാരണ ചോദിക്കുകയാണ്. ഇതിൻ്റെ വലിയൊരു ഇലാബറേറ്റഡ് വെർഷൻ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ചെയ്യാം. ഓക്കെ, ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് വീണ്ടും കാണാം. മാക്സിമം എന്ത് ചെയ്യാം, എല്ലാവരിലേക്കും എത്തിക്കുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാം. അതുപോലെ സ്റ്റാറ്റസ് ഒക്കെ വെക്കുക. ലൈവിന് എല്ലാവരും വരിക. രാത്രി 7 PM ഞാനും മത്സൽ സാർ നിങ്ങൾക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരിക്കും. താങ്ക് യു. Bye. See you again. Bye. See you.